നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. VS-നെയും VM സുധീരനെയും വിമർശിച്ച് വെള്ളാപ്പള്ളി. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നതിന്റെ തെളിവാണ് VS-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സുധീരൻ വിശ്വാസ്യത അയൽപക്കത്തുകൂടി പോകാത്തയാൾ. ആരും പുണ്യവാളന്മാരാകണ്ട. SNDP യോഗം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ലെന്നും വെള്ളാപ്പള്ളി. പത്തനാപുരം ചന്ത അടയ്ക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പഞ്ചായത്ത് അധികൃതർ. ചന്തയിൽ മാലിന്യം എത്തുന്നത് KSRTC കംഫർട്ട് സ്റ്റേഷനിൽ നിന്നെന്നും ഭരണസമിതി. വേനൽ കടുത്തു, അതിർത്തി ഗ്രാമങ്ങളും വരളുന്നു. വാർത്തകൾ വിശദമായി. ധനകാര്യമന്ത്രി KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ഇടതുപക്ഷത്തിന്റെ തീരുമാനം ജനാധിപത്യത്തിന് നേരെ പല്ലിടിച്ച് കാട്ടുന്നത് പോലെയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പത്തനാപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. പിണറായിയെയും കോടിയേരിയെയും പുകഴ്ത്തിയ അദ്ദേഹം VS-നെയും VM സുധീരനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. തടസ്സപ്പെടുത്തലും ജനാധിപത്യത്തിൽ ചേർന്നതല്ല. അഭിപ്രായങ്ങൾ പറയാം, അതിനുവേണ്ടി പ്രക്ഷോഭണങ്ങൾ നടത്താം, പക്ഷെ അത് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന ആ ഒരു ജനകീയ മുന്നേറ്റം നടത്തിയത് തടസ്സപ്പെടുത്തുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല. ജനാധിപത്യത്തിൽ നല്ലൊരു കീഴ്വഴക്കത്തെ ഇല്ലായ്മ സൃഷ്ടിക്കുകയാണ് ഇന്ന് ഇടതുപക്ഷം ചെയ്യുന്നത്. അതൊരിക്കലും അങ്ങനെ ചെയ്യുന്നു മാന്യമല്ല, മര്യാദയല്ല, ധർമ്മമല്ല. ജനാധിപത്യത്തോട് നേരെ പല്ലിടിച്ച് കാണിക്കലാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ല. മാണിയേക്കാൾ മുന്നേ സരിതാ വിഷയത്തിൽ വിവാദ പുരുഷനായ ആളാണ് ഉമ്മൻചാണ്ടി. വിവാദത്തിൽപ്പെടാത്ത നേതാക്കൾ കുറവാണ്. 13-ാം തീയതി ശ്രീ ഉമ്മൻചാണ്ടി അവതരിപ്പിക്കുന്നു എന്നാണ് പത്രദ്വാര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ മുമ്പോട്ട് നടത്താനും എന്നുള്ള ബഡ്ജറ്റാണ്. അത് അസംബ്ലി പാസ്സാക്കേണ്ടതും അനിവാര്യമാണ്. അപ്പോൾ രാജ്യഭരണത്തിലെ അനിവാര്യമായ ഒന്ന് ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി എന്ന KM മാണി എന്ന നിലയല്ല, ഒരു മന്ത്രി എന്ന നിലയിൽ, ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അത് അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു തടസ്സവാദം ആരുന്നയിച്ചാലും ആര് പറഞ്ഞാലും അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള തടസ്സവാദത്തിൽ പറയുന്ന ഒരൊറ്റ ന്യായം എന്താണ്? അദ്ദേഹം ബാർ കോഴയിൽ വിവാദ പുരുഷനാണെന്നാണ് പറയുന്നത്. ഈ ബാർ കോഴയിലുള്ള വിവാദ പുരുഷൻ എന്നായിട്ട് അദ്ദേഹത്തെ പറയുമ്പോൾ വേറെ എത്രയോ വിവാദ പുരുഷന്മാരായിട്ട് ഇപ്പോഴും ഉമ്മൻചാണ്ടി അതിനു മുമ്പേ വിവാദ പുരുഷനാണ്. സരിതാ കേസിലെ പിണറായിയെയും കോടിയേരിയെയും വാനോളം പുകഴ്ത്തിയ വെള്ളാപ്പള്ളി VS-നെ ഹാസ്യാത്മകമായി വിമർശിക്കുകയും ചെയ്തു. VS-നിപ്പോൾ നിലയും പാടുമില്ലാത്ത അവസ്ഥയാണ്. അധികാരത്തിലിരുന്ന കാലത്ത് ഒപ്പം നിന്ന പലരെയും വെട്ടിനിരത്തിയ ആളാണ് VS. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നതിന്റെ തെളിവാണ് VS-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിണറായി എന്ന് പറഞ്ഞ ശക്തനായ ഒരു സംഘാടകനാണ്. പാർട്ടിയെ തൻ്റെ വരുതിക്ക് കൊണ്ടുവന്ന് ആ പാർട്ടി അണികളെ ഒരേ ചരടിൽ നിർത്താൻ അദ്ദേഹത്തിന് ഇത്തോടത്ത് സാധിച്ചുവെന്നും നല്ല അടിത്തറ ഏതായാലും പിണറായി സഹാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് അത് നല്ല നിലയിൽ ഒരേ ചരടിൽ നിർത്തിക്കൊണ്ട് പോകാനായിട്ട് തീർച്ചയായും കോടിയേരിക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, കൂടെയുള്ള മറ്റ് ഘടകകക്ഷികളെ കൂടി സൗമ്യത്തിൻ്റെ ഭാഷയിൽ അടുത്ത് നിർത്തി കൊണ്ടുപോകാനുള്ള സൗമ്യ സ്വഭാവവും അദ്ദേഹത്തിനുണ്ട്. VS-ൻ്റെ നിലപാടെന്താണ്? ഇപ്പോൾ ഒരു നിലപാടും ഇല്ലാതെ നിൽക്കുകയല്ലേ മൂപ്പല? എന്ത് നിലപാടിപ്പോൾ? നിലയില്ല, പാടുമില്ല. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. പുള്ളി അധികാരം ഇരുന്നപ്പോൾ എത്ര പേരെ കൊന്നു? അദ്ദേഹം അധികാരത്തിൽ കൊല്ലെന്ന് വെച്ചാൽ രാഷ്ട്രീയ കൊല എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലിരുന്നു. അദ്ദേഹം നേതാവായ സമയത്ത് തന്നെ അദ്ദേഹം ഈ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് പോലും എത്രയോ രാഷ്ട്രീയക്കാർ അദ്ദേഹത്തോടെ ഒന്നിച്ച് ജയിലിൽ കിടന്ന ആളുകൾ വരെ പോലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തടിച്ച് നിഷ്കരണം. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നിപ്പോഴെങ്കിലും മനസ്സിലായ രാഷ്ട്രീയ വിശുദ്ധത അയൽപക്കത്തുകൂടി പോകാത്തയാളാണ് VM സുധീരൻ. സുധീരനെ വിശുദ്ധനാക്കിയത് മാധ്യമങ്ങളാണ്. ഇദ്ദേഹം കോൺഗ്രസിൽ വന്നതിന് മുൻപും പിൻപുമുള്ള സ്വത്തിന്റെ കണക്കുകൾ പരിശോധിക്കണം. എവിടെ വിശുദ്ധ? നിങ്ങൾ എഴുതി വിശുദ്ധത ഉണ്ടാക്കണം എന്നുള്ളതല്ലാതെ വിശുദ്ധതയുടെ അയൽപക്കത്ത് പോലും പോകാത്ത ആളാണ് സുധീരൻ. വിശുദ്ധത നിങ്ങൾ എഴുതി ഉണ്ടാക്കി എന്നുള്ളതല്ല. എന്ത് വിശുദ്ധത ഉണ്ടെന്ന് പറ, നിങ്ങൾ പറ. എന്ത് വിശുദ്ധത? പുള്ളി കോൺഗ്രസ് വന്നപ്പോഴുള്ള സ്വത്തും ഇപ്പോൾ ഉള്ള സ്വത്തും കൂടെ ഒന്ന് എടുക്കാവോ? ബാക്കി പത്രം എടുക്കാവോ? വിശുദ്ധയുടെ പേജുകളൊന്നും മറിക്കണ്ട. അങ്ങനെ ആരും പുണ്യവാണന്മാരൊന്നും ആകണ്ട. കോടതി വിമർശിച്ചുവെങ്കിലും ഈ ഒരു ജനാധിപത്യത്തിൽ
ഒരു കമ്മിറ്റി ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടായാൽ ആ ബോഡിക്ക് ആക്ട് ചെയ്യണമെങ്കിൽ KPCC പ്രസിഡന്റിൻ്റെ തിട്ടൂരുണ്ടെങ്കിൽ ആക്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ അവനെ തകർത്ത് കളയുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യത്തിലുള്ള അർത്ഥം എന്തെന്നാണ്? കോഴ കൊടുത്തവനെയാണ് ആദ്യം അകത്തിടേണ്ടത്. ബാലകൃഷ്ണപിള്ള വാക്കിന് വ്യവസ്ഥയില്ലാത്തയാളാണെന്നും അതേസമയം ഗണേഷ് കുമാർ ഭരണാധികാരി എന്ന നിലയിൽ മികച്ചയാളാണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. എന്നെ അവിടെ ഇരുത്തി പുള്ളി ഒന്ന് പറഞ്ഞ് പറഞ്ഞ് മാറ്റി പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ് R. ബാലകൃഷ്ണപിള്ള. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞ് പിന്നെ അത് മാറ്റി പറഞ്ഞ് ഇത് രണ്ടും ഞാൻ കേട്ടതാണ്. എൻ്റെ വീട്ടിലിരുന്ന് പുള്ളി എന്നെ മകനെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ട് മുള്ളിനെ ഇരുത്തിക്കൊണ്ട് അത് ഞാൻ പറയുകയും ചെയ്തതാണ്. പറഞ്ഞ ശേഷം അടുത്ത കഴിഞ്ഞപ്പോൾ അവർ അച്ഛനും മകനും ഒന്നായി. അത് ഒന്നാകട്ടെ നല്ലത് തന്നെ. പക്ഷേ ഗണേഷ് കുമാർ ഈ സ്വകാര്യ ജീവിതത്തിൽ ഒരു അഴുക്ക് സാധനമാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകർത്താവ് എന്ന നിലയിൽ നല്ലൊരു ഭരണം കാഴ്ചവെച്ച മന്ത്രിയാണ് എന്നാണ് പൊതുവെ പറയുക. PC ജോർജ് സ്വപ്നജീവിയാണ്. ഈ അഴിമതി ഇല്ലാത്ത ഒരു രാജ്യം കാണണമെന്ന് വലിയ സ്വപ്നം കാണുന്ന ആളാണ്. സ്വപ്നജീവിയാണ്. ഇങ്ങനെ പലപ്പോഴും പുള്ളി ഇങ്ങനെ സ്വപ്നം കാണാറുണ്ട്. ഈ സ്വപ്നങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോണില്ല. അതായത് ഇതിക്ക് മുമ്പും പല അഴിമതി ആരോപണങ്ങൾ കേട്ട് പറഞ്ഞു. പറഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ പിന്നെ പറഞ്ഞതിൽ നിന്ന് പിന്നെ ഒരു ഒച്ച പിന്നെ കേൾക്കാറുമില്ല. SNDP യോഗം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല. എന്നാൽ യോഗം രാഷ്ട്രീയ ശക്തിയാകേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും മതപരിവർത്തനം പോലെ പുനർമതപരിവർത്തന അവകാശവുമുണ്ടെന്നും ന്യൂനപക്ഷ പ്രീണനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഒന്നുമില്ലാത്തവരുണ്ട്, ഇങ്ങനെ പല കച്ചവടക്കാരുണ്ട്, ഇങ്ങനെ എല്ലാം ചേർന്നായത്. SNDP ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകില്ല. പക്ഷെ രാഷ്ട്രീയ ശക്തിയാകും. രാഷ്ട്രീയ ശക്തിയാകുന്ന സാമൂഹ്യ നീതി നേടാനും വേണ്ടിയിട്ട് ഞങ്ങളൊരു രാഷ്ട്രീയ ശക്തിയാകേണ്ടത് കാലഘട്ടത്തിന് അനിവാര്യമായി നിൽക്കുന്നു. ഈ കർവാ ബഷീർ ഇപ്പോൾ ചർച്ചയാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് SNDP യോഗം മതപരിവർത്തനത്തിന് ശക്തമായി എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. ഒരാൾക്ക് മതപരിവർത്തനം ചെയ്യാം എന്നുള്ളതുപോലെ തന്നെ ആൾക്ക് തിരിച്ചു വരാനുള്ള നിയമം ഇവിടെയുണ്ട്. ആര്യ സമാജത്തിൽ വഴി തിരിച്ചു വരാമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ അങ്ങോട്ട് പോയി എങ്കിൽ അതേ അവകാശം തന്നെ അവർക്ക് തിരിച്ചിങ്ങോട്ട് വരാനുള്ള അവകാശമുണ്ട്. അപ്പോൾ പോകാനേ അവകാശമുള്ളൂ, തിരിച്ചു വരാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും അതിനുവേണ്ടി വാദിക്കുമ്പോൾ ഒറ്റക്കാരും നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും മത്സരിക്കുന്നത്. അതല്ല, സത്യത്തിൻ്റെ മുഖം എത്രയോ സുന്ദരമാണ്. അതിൻ്റെ ആ സത്യത്തിൻ്റെ മുഖം, സുന്ദരമായ മുഖത്തെ വികൃതമാക്കുവാൻ മതപരിവർത്തനം എന്നുള്ളത് തന്നെ എന്താ മതപരിവർത്തനം വരുന്നത്? ഇല്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ്. വിശ്വാസത്തിൻ്റെ പേരിലാണോ? ഇല്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം ചെയ്തിട്ട് പോയവൻ ആരാണായത്? ലൈവ് വാർത്ത പത്തനാപുരം. തെന്മലയിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യ നിക്ഷേപം തുടർക്കഥയാകുന്നു. ഇക്കോ ടൂറിസം മേഖലയായ ഇവിടെ മാലിന്യ നിക്ഷേപം പെരുകുമ്പോഴും അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. പ്രദേശത്തെ സ്വാഭാവിക മാലിന്യം കൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മാലിന്യം തെന്മലയിലും പരിസര പ്രദേശങ്ങളിലും കൊണ്ടുവന്ന് തള്ളുന്നത് നിയന്ത്രിക്കാനും അധികൃതർക്ക് കഴിയുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം തെന്മല ഡാം റോഡിൽ ഇറച്ചിക്കോഴി അവശിഷ്ടങ്ങൾ വലിച്ചെറിയപ്പെട്ട നിലയിൽ കണ്ടതും തെന്മല 40-ാം മൈലിൽ കക്കൂസ് മാലിന്യം രാത്രിയിൽ കൊണ്ടുവന്ന് തള്ളിയതും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇക്കോ ടൂറിസം മേഖലയും ചെന്തുരുണി വന്യജീവി സങ്കേതവും കൂടിയായ പ്രദേശത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ നാളിതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ 2013 നവംബറിൽ തെന്മല ഇക്കോ ടൂറിസം മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് സീറോ വേസ്റ്റ് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിന്റെ ഉദ്ഘാടനം മാത്രമാണ് നടന്നത്. അതിവിപുലമായി ഉദ്ഘാടനം നടത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതി പ്രകാരം പഞ്ചായത്ത് മാലിന്യ വിമുക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവസ്ഥ ഏറെ ദയനീയമായിരിക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും രാത്രികാലങ്ങളിൽ മാലിന്യം തെന്മലയിൽ നിക്ഷേപിക്കുന്നത് നിയന്ത്രിക്കാൻ പോലീസിനും കഴിയുന്നില്ല. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും രാത്രികാലമായതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ഇവരെ വിട്ടയക്കുന്നുവെന്നാണ് ആക്ഷേപം. മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതരും തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ലൈവ് വാർത്ത തെന്മല. വേനൽ കടുത്തതോടെ അതിർത്തി ഗ്രാമങ്ങളും വരളുന്നു. കേരളത്തിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും അതിർത്തി ഗ്രാമങ്ങളിൽ ഇതും ഉണ്ടായില്ല. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. അതിർത്തി ഗ്രാമങ്ങളായ ചെങ്കോട്ട, തെങ്കാശി, പമ്പ്ളി, സുന്ദരപാണ്ഡ്യപുരം തുടങ്ങിയ പ്രദേശങ്ങൾ ഇതിനോടകം വരൾച്ചയുടെ പിടിയിലായി കഴിഞ്ഞു. പ്രദേശത്തെ പുഴകളും കുളങ്ങളും വറ്റിവരണ്ടു. കടുത്ത വേനലിൽ കാർഷിക വിളകളും കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. പൂക്കർഷകർക്കാണ് വേനൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഒട്ടുമിക്ക പൂപ്പാടങ്ങൾക്കും വേനലിനെ അതിജീവിക്കാൻ സാധിച്ചിട്ടില്ല. ചോളവും കടലയുമൊക്കെ വേനൽക്കാല കൃഷികളാണെങ്കിലും അവയ്ക്കും പ്രതീക്ഷിച്ച വിളവ് ലഭിച്ചില്ല. പ്രദേശത്തെ വ്യാപാര മേഖലയും പ്രതീക്ഷിച്ച വിളവ് ലഭിക്കാത്തതിൽ ആശങ്കയിലാണ്. ലൈവ് വാർത്ത തെന്മല.
കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ കുഞ്ചാണ്ടിമുക്ക് അയണിക്കോട് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം അപകടാവസ്ഥയിൽ. മനോജ് വെൺമളയുടെ റിപ്പോർട്ട്. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ് വേലൻകോണം എന്ന പ്രദേശമാണ്. 25 വർഷം പഴക്കമുള്ള ഈ കനാലിന്റെ ഇരുവശത്തെയും കൈവരികൾ തകർന്നിട്ട് വർഷങ്ങളാകുന്നു. ഇത്തരം കാഴ്ച സാധാരണ സർക്കസിൽ മാത്രമാണ് നാം കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഇത് നിത്യസംഭവമാണ്. അക്ഷരാർത്ഥത്തിൽ പ്രദേശവാസികളുടെ ഒരു ഞാണിന്മേൽ കളി. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണിത്. നിരവധി സ്കൂൾ കുട്ടികളും. കുഞ്ചാണ്ടിമുക്ക് അയനിക്കോട് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന കനാലിന്റെ പാലമാണിത്. 35 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കല്ലട ജലസേചന പദ്ധതിയുടെ ഇടതുകര കനാലിനെ കീറിമുറിച്ചുകൊണ്ടാണ് ഈ പാലം പണിതത്. ഈ തൊട്ടടുത്ത് കാണുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ തന്നെ അതിപുരാതനമായ വെഞ്ചേമ്പിലെ NGPM ഹൈസ്കൂളും വെഞ്ചേമ്പ് LPSും കരവാളൂർ ഹൈസ്കൂളും ഒക്കെ അടക്കമുള്ള പ്രദേശങ്ങളിൽ പോകുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളുടെ ഒരു മാർഗമായിട്ടാണ് ഈ പാലം നിലകൊള്ളുന്നത്. അപകടം പതിയിരിക്കുന്ന പാലം പ്രദേശവാസികൾക്ക് പേടി സ്വപ്നമാണെങ്കിലും അധികൃതർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ സ്കൂളിൽ പോയി മടങ്ങി വരുന്നതുവരെ ഇവിടെയുള്ള അമ്മമാരുടെ ഹൃദയമിടിപ്പിന്റെ സ്പീഡ് കൂടും. കാരണം കാലൊന്ന് പിഴച്ചാൽ 30 അടി താഴ്ചയിലുള്ള കനാലിലേക്കാവും കുട്ടികൾ വീഴുന്നത്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഈ ദുരവസ്ഥ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നവീകരണ പ്രവർത്തനം നടത്തേണ്ട KIP അധികൃതർ മൗനം പാലിക്കുകയാണെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. ഈ പാലത്തെ സംബന്ധിച്ച് ഒരു 10 വർഷമായി അപകടാവസ്ഥയിലാണ്. ഈ വിവരം പഞ്ചായത്ത് അധികൃതരെയും ജില്ലാ പഞ്ചായത്ത് അധികൃതരെയും മന്ത്രി അടക്കമുള്ളവരെയും തദ്ദേശവാസികൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ ജില്ലാ പഞ്ചായത്തും പ്രസിഡന്റ് അടക്കമുള്ളവർ തങ്ങളുടെ നിസ്സഹായാവസ്ഥയാണ് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരോജ ദേവിയെ കണ്ട് വിവരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ വളരെയേറെ താല്പര്യമെടുത്ത വ്യക്തിയാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശ്രീ പ്രദീപ്. അദ്ദേഹവും നിസ്സഹായനാണ്. കാരണം ഈ പഞ്ചായത്തിന്റെയോ ജില്ലാ പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ MLAയുടെയോ ഫണ്ട് ഉപയോഗിച്ച് ഇതിന്റെ മെയിൻ്റനൻസ് നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. KIPയുടെ അധീനതയിലുള്ള ഒരു പാലം ആയതുകൊണ്ട് ആ പാലത്തിന്റെ പുനരുദ്ധാരണവും പുനഃപ്രവർത്തനങ്ങളും ഒക്കെ നടത്തേണ്ടത് KIP ആണെന്നുള്ളത് ഒരു കീഴ്വഴക്കമാണ്, ഒരു നിയമമാണ്. ഇതനുസരിച്ച് നിരവധി നിവേദനങ്ങൾ KIP അധികൃതർക്ക് നേരിട്ടും അല്ലാതെയും സമർപ്പിച്ചിട്ടും നാളിതുവരെയും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇന്നീ പാലം നാടിന്റെ ശാപവും പേടി സ്വപ്നവുമാണ്. ഒരു പ്രദേശത്തെ തന്നെ പേടിപ്പെടുത്തുന്ന പാലം കേട്ടുകേൾവി പോലുമില്ലെങ്കിലും ഇങ്ങനെയും ചിലതുണ്ട് നമ്മുടെ നാട്ടിൽ. ലൈവ് വാർത്ത മനോജ് വെൺമള. പത്തനാപുരം ചന്ത അടച്ചിടണമെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമാക്കാൻ. വാർത്താ സമ്മേളനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം. ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തി പത്തനാപുരം പബ്ലിക് മാർക്കറ്റ് അടച്ചിടണമെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമാക്കാനും ഭരണസമിതി അംഗങ്ങളും പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഒന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മല്ലേലം വരുന്നുണ്ട്. അത് വരുന്നത് നമ്മുടെ മാർക്കറ്റിൽ കൂടിയാണ്. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് ചോദിച്ചാൽ അശാസ്ത്രീയമായി അവിടെ നിർമ്മിച്ച പബ്ലിക് കോമ്പൻസേഷനാണ്. അവിടെ നല്ലൊരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി KN ബാലഗോപാൽ MP പണം വകയിരുത്തിയിരുന്നല്ലോ. അത് തടസ്സപ്പെടുത്തിയ ആളുകളാണ് നിലവിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയ ആ പബ്ലിക് കോമ്പൻസേഷൻ നിറഞ്ഞു കവിഞ്ഞ് അത് മാർക്കറ്റിൽ കൂടി ഒഴുകി ഓടയിൽ കയറി വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നു. ഒന്നത്. മറ്റൊന്ന്, മാർക്കറ്റിലെ ചെറുകിട കച്ചവടക്കാർ അവരുടെ വേസ്റ്റ് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കെട്ടുകളാക്കി മാറ്റി അവിടുത്തെ ഓടയിൽ ഉള്ള സ്ഥലത്ത് ഇറക്കി ആ ഓടയിൽ വെച്ചേക്കുക. അപ്പോൾ മത്സ്യ മാർക്കറ്റ് കഴിയണമല്ലോ, എല്ലാ ദിവസവും മത്സ്യ മാർക്കറ്റ് കഴിയണം. അത് ഭംഗിയായിട്ട് നമ്മൾ കഴിയുന്നു. ആ വെള്ളം ഒലിച്ച് ഓടയിൽ കൂടി പോകാൻ ഒക്കാത്ത ഒരു സ്ഥിതി വിശേഷത്തിൽ അടഞ്ഞിട്ട് ആ വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നത്. അത് നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഞാൻ മനസ്സിലാക്കി തരാം വെള്ളം ഏത് വെള്ളം വരുന്നത്. അല്ലാതെ പഞ്ചായത്തിൻ്റെ പബ്ലിക് കോമ്പൻസേഷൻ ഒന്നും പൊട്ടി ഒഴുകുന്നില്ല. വലിയ സെപ്റ്റിക് ടാങ്കാണ് അവിടെ ചെയ്തേക്കുന്നത്. ഒരിക്കലും അത് പൊട്ടി ഒഴുകത്തില്ല. എത്ര വർഷം കഴിഞ്ഞാൽ അത് പൊട്ടത്തില്ല. പിന്നെ ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അതിനെ മുതൽക്കൂട്ടി
അവരുമായിട്ട് പ്രശ്നമുണ്ടാക്കി മാർക്കറ്റ് അടച്ചുപൂട്ടി എന്നൊരു വലിയ വാർത്ത സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ശരിയാണ്. KSRTCയുടെ സെപ്റ്റി ടാങ്ക് പൊട്ടി പുറത്തേക്കൊഴുകുന്ന മലിനജലമാണ് ചന്തയിലേക്ക് എത്തുന്നത്. ഈ വിഷയത്തിൽ നോട്ടീസ് നൽകേണ്ടത് KSRTCക്കാണ്. പഞ്ചായത്തിനുമേൽ അകാരണമായി കുറ്റം ചുമത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ഗൂഢാലോചനയാണുള്ളതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ദിലീപ് കുമാർ പറഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിനുള്ളിൽ അത്യാധുനിക കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടതായും അവർ കൂട്ടിച്ചേർത്തു. ചന്ത അടച്ചുപൂട്ടുന്നതിന് നോട്ടീസ് നൽകിയ മെഡിക്കൽ ഓഫീസറുടെ നടപടിയിൽ ദുരൂഹതയുള്ളതായും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. M. ഫാത്തിമ ഖാൻ, K. ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AB അൻസാർ, റെജിമോൻ, സരളമ്മ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കുകൊണ്ടു. ലൈവ് വാർത്ത പത്തനാപുരം. രണ്ടാമത് പുനലൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മാർച്ച് 7 മുതൽ 9 വരെ സ്വയംവര ഹാളിൽ നടക്കും. MP KN ബാലഗോപാൽ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. മൂവി മെറ്റ് ഫിലിം കളക്ടീവ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെയാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്. മാർച്ച് 7 വൈകിട്ട് സ്വയംവര ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പുനലൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ചെയർമാൻ അഡ്വക്കേറ്റ് K. അനിൽകുമാർ അധ്യക്ഷനാകും. ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ മുഖ്യ അതിഥിയായിരിക്കും. മാസ്റ്റേഴ്സ് റെട്രോസ്പെക്റ്റീവ്, കണ്ടംപററി വേൾഡ് സിനിമാ വിഭാഗങ്ങളിലായി 12ഓളം പ്രമുഖ ചിത്രങ്ങൾ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കും. 9 ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ഓപ്പൺ ഫോറം പ്രശസ്ത സംവിധായകൻ R. മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ഈ മേളയിൽ 12ഓളം ചിത്രങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ 2 വിഭാഗങ്ങളിലായിട്ടാണ് ഈ ചിത്രങ്ങൾ ഞങ്ങൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് മാസ്റ്റേഴ്സ് റെട്രോസ്പെക്റ്റീവ്, 2 കണ്ടംപററി വേൾഡ് സിനിമയും. ഇഗ്മർ ബർഗ്മാന്റെ 7th സീൽ, അതുപോലെ തന്നെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സൈക്കോ, മറ്റൊരു മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ വരുന്ന സിനിമ ഐസൻസ്റ്റീന്റെ ബാറ്റിക് പൊട്ടങ്കിൻ, അഗ്ര കുറസോവയുടെ 7 സമുറായ് എന്നീ ചിത്രങ്ങളാണ് അത്തരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമകാലീന ലോക സിനിമ വിഭാഗത്തിൽ ഇന്ന് ഓസ്കർ നോമിനേഷൻ വരെ ലഭിച്ചിട്ടുള്ള ബോയ്ഹുഡ്, അതുപോലെ തന്നെ ട്രീലെസ് മൗണ്ടൻ, മറ്റൊരു ചിത്രം ബ്രോക്കൺ എംബ്രാസസ് തുടങ്ങിയ ചിത്രങ്ങളാണ് ഈ സമകാലീന ലോക സിനിമ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലൈവ് വാർത്ത പുനലൂർ. ആര്യങ്കാവ് മേൽപ്പാലത്തിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരമാകുന്നു. പാലത്തിന്റെ 2ാം ഘട്ട നിർമ്മാണവും റോഡിന്റെ ടാറിങ്ങും പൂർത്തിയായി. വർഷങ്ങളായി തകർന്നുകിടന്ന ആര്യങ്കാവ് റെയിൽവേ മേൽപ്പാലത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. ഇപ്പോൾ പാലത്തിലൂടെ ഇരുവശത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാം. റോഡിന്റെ ടാറിങ്ങും പൂർത്തിയായതോടെ സമീപത്തെ പൊടിശല്യത്തിനും ശമനമായി. മേൽപ്പാലത്തിന്റെ വീതി കൂട്ടണമെന്നത് കാലങ്ങളായുള്ള ഇവിടുത്തുകാരുടെ ആവശ്യമായിരുന്നു. പുനലൂർ ചെങ്കോട്ട റെയിൽവേ ഗേജ് മാറ്റത്തിന്റെ ഭാഗമായാണ് മേൽപ്പാലം പുനർനിർമ്മിച്ചത്. ഇതോടെ ഇവിടുത്തെ പതിവ് ഗതാഗത തടസ്സത്തിനും പരിഹാരമായി. എന്നാൽ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി മാറ്റിസ്ഥാപിച്ച എക്സൈസ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകൾ പുതുതായി മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഓഫീസുകളിലേക്ക് മാറ്റിസ്ഥാപിക്കാൻ ചെക്ക് പോസ്റ്റ് അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് ചെക്ക് പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ചെക്ക് പോസ്റ്റുകൾ മാറ്റി പഴയ ഇടത്തേക്ക് തന്നെ സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ ചെക്ക് പോസ്റ്റ് അധികൃതർ സ്വീകരിക്കണമെന്ന് SC സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു. റോഡിന്റെ പണി പൂർത്തിയായി, പാലത്തിന്റെ പണി സുഗമമായി നടന്ന് വണ്ടികൾ പൊക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും, അതിന്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിട്ട് പോലും ഇതുവരെയും ഈ 2 ചെക്ക് പോസ്റ്റുകളും വാടക കെട്ടിടത്തിൽ നിന്ന് മാറ്റി നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്വന്തം കെട്ടിടത്തിലേക്ക് വരുന്നതിന് വളരെ ഒരു താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തരമായി ഈ ചെക്ക് പോസ്റ്റുകൾ, വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റും എക്സൈസ് ചെക്ക് പോസ്റ്റും വളരെ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടുന്ന സ്ഥലമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എഴുതുവഴി കടന്നുപോകുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ചെക്ക് പോസ്റ്റാണ്. ഈ ചെക്ക് പോസ്റ്റിനെ വളരെ കാര്യക്ഷമമായി ഗൌരവമായി കണ്ടുകൊണ്ട് ഈ 2 ചെക്ക് പോസ്റ്റും നേരത്തെ പ്രവർത്തിച്ചിരുന്ന സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. ലൈവ് വാർത്ത ആര്യങ്കാവ്. ഇനി ഉത്സവ കാഴ്ചകൾ. ചരിത്രപ്രസിദ്ധമായ തലവൂർ പൂരം ഇത്തവണയും ശ്രദ്ധേയമായി. വെള്ളിയാഴ്ച നടക്കുന്ന തലവൂർ കമ്പത്തോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഇക്കുറിയും വിസ്മയത്തിന്റെ പൂരമായിരുന്നു തലവൂരിലേത്. കൊട്ടിക്കയറിയ മേളപ്പെരുക്കവും തലയെടുപ്പോടെ എത്തിയ ഗജവീരന്മാരുടെ നിരയുമെല്ലാം പൂരത്തിന്റെ മാറ്റുകൂട്ടി. കുര വായനശാല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പൂരഘോഷയാത്ര കുര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, രണ്ടാലമൂട് നാഗരാജ ക്ഷേത്രം വഴി 7 മണിയോടെ തലവൂർ തൃക്കൊന്നമർകോട് ക്ഷേത്രാങ്കണത്തിലെത്തി. താലപ്പൊലി, മുത്തുകുടകൾ, പഞ്ചവാദ്യം, പുഷ്പരഥം, ചലന നിശ്ചല ദൃശ്യങ്ങൾ, ചെണ്ടമേളം, പൂക്കാവടി, കൊട്ടക്കാവടി, ഫയർ ഷോ എന്നിവയ്ക്ക് പുറമെ സഞ്ചരിക്കുന്ന വിൽക്കലാമേള, ആദിവാസി നൃത്തം, പുരാണ കഥാപാത്ര
വേഷപ്പകർച്ചകൾ എന്നിവയും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പൂരത്തിന് സാക്ഷിയാകുവാൻ തലവൂരിലെത്തിയത്. ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകളും നടന്നു. ഓട്ടൻതുള്ളൽ, നാഗസ്വര കച്ചേരി, കോമഡി ഷോ എന്നിവയും അരങ്ങേറി. രാത്രി 11-ന് എഴുന്നള്ളത്തും വിളക്കും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പൂരസദ്യയിലും നിരവധി പേർ പങ്കെടുത്തു. വെള്ളിയാഴ്ച നടക്കുന്ന പ്രസിദ്ധമായ തലവൂർ കമ്പത്തോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ലൈവ് വാർത്ത പത്തനാപുരം. മറ്റു വാർത്തകളിലേക്ക്. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പുനലൂർ NPPM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 19ാമത് വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. താലൂക്ക് സമാജം മാനേജർ N മഹേശൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഇരിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സമാജത്തിന്റെ ഭാരവാഹികൾ ഞങ്ങൾക്ക് തീർച്ചയായും അതിനുള്ള മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് ഈ സ്കൂള് അടുത്ത വർഷം അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത വർഷം തന്നെ നമ്മുടെ തൊട്ടടുത്ത 27 സെന്റ് സ്ഥലം സമാജം വാങ്ങിയിട്ടുണ്ട്. അവരുടെ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് S വിജയകുമാരി പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ താലൂക്ക് സമാജം പ്രസിഡന്റ് NP ജോൺ അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് S വിജയകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് താലൂക്ക് സമാജം സെക്രട്ടറി അശോക് B വിക്രമൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ K ബിജു, ചെമ്മന്തൂർ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ഐഷ BV, പുനലൂർ ബാലഭവൻ പ്രിൻസിപ്പൽ SR ത്യാഗരാജൻ, രക്ഷാകർതൃ പ്രതിനിധി സനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാളക്കോട് NSVHS-ലെ 69ാമത് വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും രക്ഷകർത്താക്കളും ഇന്ന് വിദ്യാഭ്യാസത്തിൽ വളരെ വിദ്യാർത്ഥികളുടെ സഹായിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മറ്റ് മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പോലെ അല്ല ഒരു സ്കൂളിലെ അധ്യാപകൻ. എത്രമാത്രം കുട്ടികളുടെ മനസ്സിൽ ആ അധ്യാപകൻ നിലനിൽക്കുന്നു എന്ന് ഓർക്കണം. ആ ഒരു ഭാഗ്യം വേറെ ഒരു മേഖലയിലും ഇല്ല.
വ്യാഴാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് N. കോമളകുമാർ അധ്യക്ഷനായി. നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ P. വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സീരിയൽ താരം പ്രജീഷ് നന്ദൻ അവാർഡുകൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ R. ശോഭനകുമാരി സ്വാഗതം പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് റാണി S. രാഘവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D. ദിനേശൻ, സ്കൂൾ മാനേജർ K. സുകുമാരൻ, MPTA പ്രസിഡന്റ് ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമന്വയം 2015 എന്ന പേരിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മെഗാ ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ MLA റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിച്ചു വന്ന സ്ഥാപനമാണ് കൂടുതൽ സൌകര്യപ്രദമാം വിധം MLA റോഡിന് സമീപത്തേക്ക് മാറ്റിയത്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ് മേധാവി C. ജോൺ യേശുദാസ്, സ്റ്റാഫുകൾ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. വിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യം ഉൾപ്പെടെയാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. VS-നെയും VM സുധീരനെയും വിമർശിച്ച് വെള്ളാപ്പള്ളി. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നതിന്റെ തെളിവാണ് VS-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സുധീരൻ വിശ്വാസ്യത അയൽപക്കത്തുകൂടി പോകാത്തയാൾ. ആരും പുണ്യവാളന്മാരാകണ്ട. SNDP യോഗം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ലെന്നും വെള്ളാപ്പള്ളി. പത്തനാപുരം ചന്ത അടയ്ക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പഞ്ചായത്ത് അധികൃതർ. ചന്തയിൽ മാലിന്യം എത്തുന്നത് KSRTC കംഫർട്ട് സ്റ്റേഷനിൽ നിന്നെന്നും ഭരണസമിതി. വേനൽ കടുത്തു, അതിർത്തി ഗ്രാമങ്ങളും വരളുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.